ഹലോ എവരി വൺ. നമുക്ക് ബുദ്ധി ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ അത് ഏത് തരം ബുദ്ധിയാണ്? ഈ ബുദ്ധി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഏത് ബുദ്ധി ആണ് നമുക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മാത്സ് അറിയുന്നവർ, സയൻസ് ഒക്കെ അറിയുന്നവർ ഭയങ്കര ബുദ്ധിജീവിയാന്ന് നമുക്ക് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ അത് മാത്രമല്ല ബുദ്ധിയുടെ അടയാളം. സയന്റിഫിക്കലി, ശാസ്ത്രീയമായി 9 തരം ബുദ്ധികളുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ 9 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു പാർട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബുദ്ധിജീവിയാണ്. ഒന്നാമത്തെ ബുദ്ധി എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ വെർബൽ ഇന്റലിജൻസ് ആണ്. അതായത് നന്നായിട്ട് വായിക്കാൻ കഴിയുക, എഴുതാൻ കഴിയുക, അല്ലെങ്കിൽ നന്നായി സംസാരിക്കാൻ കഴിയുക. ഇങ്ങനെയുള്ളവർക്ക് ഏത് ഇന്റലിജൻസ് ആണുള്ളത്? വെർബൽ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. ഉദാഹരണത്തിന് നമുക്കറിയാം, സുകുമാർ അഴീക്കോട്, അല്ലെങ്കിൽ വാർത്ത അവതരിപ്പിക്കുന്ന ആളുകൾ നികേഷ് കുമാർ, അല്ലെങ്കിൽ സുഗതകുമാരി, അങ്ങനെ പലരും ഉണ്ടല്ലേ. അങ്ങനെയുള്ളവർക്ക് എന്താണ്? ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ വെർബൽ ഇന്റലിജൻസ് വളരെ കൂടുതലാണ്. അങ്ങനെയുള്ളവരാണ് ആര്? റൈറ്റേഴ്സ്, പോയറ്റ്, സ്പീക്കേഴ്സ് തുടങ്ങിയവർ. ഈ ഇന്റലിജൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ ആ റൂട്ടിലേക്ക് തിരിച്ചു വിടണം. രണ്ടാമത്തതാണ് ലോജിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ. എല്ലാവരും കരുതുന്നത് ഈ ഒരു ഇന്റലിജൻസേ ഉള്ളൂ എന്നാണ്. പക്ഷേ 9 ഇന്റലിജൻസിൽ ഒരു ഇന്റലിജൻസ് മാത്രമാണ്, ഒരു ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ആണ് ഇത്, ഈ ലോജിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ. അങ്ങനെയുള്ളവർക്ക് വളരെ ലോജിക്കലി തിങ്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്ങിലെ കഴിവുണ്ടായിരിക്കും. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ളവരാണ് മാത്തമാറ്റീഷ്യൻസ്, സയന്റിസ്റ്റ് തുടങ്ങിയവരൊക്കെ. അങ്ങനെയുള്ളവരാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോജിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. മൂന്നാമത്തെ ടൈപ്പ് ഇന്റലിജൻസ് ആണ് സ്പേഷ്യൽ ഇന്റലിജൻസ്. അതായത് അവർക്ക് അവർക്ക് സ്പേസിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വിഷ്വലൈസേഷനുള്ള പവർ ഉണ്ടാവും. നമ്മൾ കാണാത്ത കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് മൈൻഡിൽ അനലൈസ് ചെയ്യും. അങ്ങനെയുള്ളവരാരാണ്? ആർക്കിടെക്ട് അല്ലെ. ഈ അടുത്ത് മരണപ്പെട്ടു പോയ RK രമേശ് ഭയങ്കര വലിയൊരു ആർക്കിടെക്റ്റ് ആണ്. അവർക്ക് കാണാത്ത കാര്യങ്ങൾ അവർക്ക് വിഷ്വലൈസ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. അങ്ങനെയാണ് ആർക്കിടെക്ട് ഉണ്ടാവുന്നത് അല്ലെ. മറ്റുള്ള ഉദാഹരണം എന്താണ് അതിന്? ആർക്കിടെക്റ്റിന് പുറമെ ഡിസൈനേഴ്സ് അല്ലെ, അതുപോലെ തന്നെ ആർട്ടിസ്റ്റ്, ചിത്രം വരക്കുന്നവർ. അവർ കാണാതെയല്ല വരക്കുന്നത്, അവരൊരു ഇമാജിനേഷൻ ആദ്യം മനസ്സിലുണ്ടാക്കും, വന്നിട്ട് വരക്കും. അവർക്കുള്ള ഇന്റലിജൻസ് ആണ് ഇത് സ്പേഷ്യൽ ഇന്റലിജൻസ്. അവർ സ്പേഷ്യൽ ഇന്റലിജൻസ് ഉള്ളവരാണ്. ഇനി നാലാമത്തേതാണ് മ്യൂസിക്കൽ ഇന്റലിജൻസ്. മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് സംഗീതത്തിന്റെ ഓരോ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതായത് ഓരോ സൗണ്ടും എന്തിനെ പ്രതിപാദിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ റിതം എന്താണ്, അതിന്റെ ടോൺ എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവർ മനസ്സിലാക്കും. അതിനുദാഹരണമാണ് ഫേമസ് ആയിട്ടുള്ള AR റഹ്മാൻ, അല്ലെങ്കിൽ യേശുദാസ്, ചിത്ര. ഇവരൊക്കെ എന്ത് ഇന്റലിജൻസ് ഉള്ളവരാണ്? മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉള്ളവരാണ്. അപ്പൊ അവർ ബുദ്ധി കുറഞ്ഞ ആളുകളാണോ? അല്ല, അവർക്ക് ആ ഇന്റലിജൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. ഇനി അഞ്ചാമത്തതാണ് ബോഡിലി അല്ലെങ്കിൽ കൈനസ്റ്റിക് ഇന്റലിജൻസ്. അവരുടെ ബോഡിയെ വളരെ പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഉദാഹരണം എന്താണ്? നമ്മുടെ റൊണാൾഡോ, അല്ലെങ്കിൽ മെസ്സി, ലയണൽ മെസ്സി, സച്ചിൻ ടെണ്ടുൽക്കർ. ഇവർക്ക് അവരുടെ ബോഡിയുടെ ഇന്റലിജൻസ് ആണ് ഉപയോഗിക്കുന്നത്. അവർ ചിന്തിക്കുന്നിടത്ത് അവരുടെ ശരീരം നിൽക്കും. അതാണ് കൈനസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സർജൻ ഉണ്ടാവല്ലോ, ഓപ്പറേഷൻ ചെയ്യുന്നവര്, അവർക്കും അവരുടെ കൈ വളരെ ഷാർപ്പായിട്ട് പ്രവർത്തിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ഇന്റലിജൻസ് ഉള്ളത്? ബോഡിലി അല്ലെങ്കിൽ കൈനസ്റ്റിക് ഇന്റലിജൻസ്. ഇനി ആറാമത്തതാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. നിങ്ങൾക്ക് മറ്റൊരാളുടെ ഫീലിംഗ് മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ, മറ്റൊരാൾ എന്ത് ചിന്തിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ അവരാണ് ആര്? ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. അതിന് ഉദാഹരണമാണ് ടീച്ചേഴ്സ്, അതുപോലെ തന്നെ സെയിൽസ്മാൻ, വിൽക്കുന്നവര്. നമുക്കൊരു സാധനം വിൽക്കണമെങ്കിൽ മറ്റൊരാൾ എന്ത് ചിന്തിക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലായാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വിൽക്കാൻ വേണ്ടി സാധിക്കും അല്ലെ. അങ്ങനെയുള്ളവരാണ് ആര്? ടീച്ചേഴ്സ്, സെയിൽസ്മാൻ, അതുപോലെ തന്നെ ലീഡേഴ്സ്. നിങ്ങൾക്ക് ഈ ടൈപ്പ് ഇന്റലിജൻസ് ഉള്ളെങ്കിൽ നിങ്ങളുടെ എഫേർട്ട് മുഴുവൻ നിങ്ങൾ അതിൽ കൊണ്ടുപോയി ഇടണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിജയം കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി ഏഴാമത്തെ ഇന്റലിജൻസ് ആണ് ഇൻട്രാപേഴ്സണൽ. അതായത് സ്വന്തത്തെ തിരിച്ചറിയാനുള്ള കഴിവ്. സ്വയം ഞാൻ എന്താണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിയെടുക്കുന്നവരാണ് ആര്? ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരാണ് ഫിലോസഫർ, അല്ലെങ്കിൽ സെൽഫ് അവയർനെസ് ഉള്ളവരൊക്കെ. ഫിലോസഫി ഒക്കെ എഴുതുന്നവർ അങ്ങനെയുള്ളവരാണ്. ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. ഇനി എട്ടാമത്തെ ഇന്റലിജൻസ് ആണ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. അവര് പ്രകൃതിയെക്കുറിച്ച് നന്നായിട്ട് അവർക്ക് മനസ്സിലാവും. എന്താണ് പ്രകൃതി, എങ്ങനെയാണ് അതിന്റെ കിടപ്പോഷം, തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ഏത്, മഴ വരുന്ന സമയം ഏത്, മഴ അവസാനിക്കുന്ന സമയം ഏത്, അതുപോലെ തന്നെ ഓരോ മൃഗങ്ങളും എങ്ങനെയാണ് വളരുന്നത്, അവയ്ക്ക് എന്താണ് വേണ്ടത്, മൃഗങ്ങളോട് സംസാരിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് അവർക്ക്.
അവ എന്താണ് നമ്മളോട് പറയുന്നത് എന്നൊക്കെ അവർ പെട്ടെന്ന് തിരിച്ചറിയും. അതിന്റെ വളർച്ചാ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്. മൃഗങ്ങൾ മാത്രമല്ല, അതുപോലെ പ്ലാന്റ്സ്, ചെടികൾ എങ്ങനെയാണ് വളരുന്നത്, അതിനെന്താണ് ആവശ്യം, അത് ഏത് ഘട്ടത്തിലാണ് അത് കായ്ക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് എന്ത് ചെയ്യും, മനസ്സിലാക്കും. അങ്ങനെയുള്ളവരാണ് ആര്, നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത്, ഇന്റലിജൻസ്. ഈ ഇന്റലിജൻസ് ഉള്ളവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ വളരെ ഡീപ്പായിട്ട് തിങ്ക് ചെയ്യുന്നവരാണ്. എങ്ങനെ, നാം എവിടെ നിന്നാണ് വന്നത്, നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മളുടെ ബിഗിനിങ് എവിടെയായിരുന്നു, നമ്മളുടെ എൻഡ് എവിടെയായിരിക്കും, എന്താണ് ഈ ലൈഫിന്റെ പർപ്പസ്, ഇങ്ങനെ വളരെ ഡീപ്പായിട്ട് വൈഡായിട്ട് ചിന്തിക്കുന്നവരാണ് ആര്, ഈ ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ഉള്ളവർ. അതിനുള്ള ഉദാഹരണമാണ് ഫിലോസഫേഴ്സ്, റിലീജിയസ് സ്കോളേഴ്സ്. അവരുടെയൊക്കെ എന്താണ് മോട്ടിവേഷൻ ഇതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഈ 9 തരം ഇന്റലിജൻസിൽ ഏതാണ് നിങ്ങളുടെ ഇന്റലിജൻസ്, നിങ്ങൾ ഏത് തരം ബുദ്ധിജീവിയാണെന്ന് മനസ്സിലാക്കുക. അതിൽ നിങ്ങളുടെ കംപ്ലീറ്റ് എഫേർട്ടും ഇടുക. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയം കൈവരിക്കുന്നതാണ്. നിങ്ങളുടെ ബുദ്ധി കിടക്കുന്ന ഒരു ഭാഗത്തും നിങ്ങളുടെ പ്രവർത്തനം മറ്റൊരു ഭാഗത്തുമായാൽ നിങ്ങൾക്ക് ഒരിക്കലും അതിൽ വിജയത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് തരം ഇന്റലിജൻസ് ആണ് ഉള്ളതെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.